ഹലോ സെക്കൻഡ് സ്റ്റാൻഡേർഡിന്റെ മാത്സ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ എ ഡേ അറ്റ് ദ ബീച്ച്. Look at the above picture. Count and write the number of objects given below. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നന്നായി ഒബ്സർവ് ചെയ്തിട്ട് അതിൽ പല പല ഒബ്ജക്ട്സ് ഉണ്ടല്ലേ, താഴെ ആ ഒബ്ജക്ട്സിന്റെ ഒക്കെ പേരുകളും കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും കൗണ്ട് ചെയ്ത് എത്ര നമ്പർ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ, കോക്കനട്ട്സ്. എവിടെയാണ് കോക്കനട്ട്സ് ഉള്ളത്? കോക്കനട്ട്സ് ട്രീസിൽ കോക്കനട്ട് ഉണ്ട്, ഈ ഷോപ്പിൽ കോക്കനട്ട് ഉണ്ട്, അത് കൂടാതെ താഴെ കുറച്ച് കോക്കനട്ട്സ് വീണും കിടക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇനി 16 17 18 19 20 21 22 23 24 25 26 and 27. But total number of coconuts 27. Next, boats. എത്ര boats ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 boats ഉണ്ട്. Next, children. 1 2 3 4 5 and 6 children. Oranges. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 and 20 ഓറഞ്ചസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെയും കൗണ്ട് കിട്ടിയല്ലോ. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഇത് എണ്ണി നോക്കി ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, how did you count them? Did you count them one by one or in bunches or groups? എങ്ങനെയാണ് നമ്മളിപ്പോ കൗണ്ട് ചെയ്തിരിക്കുന്നത്? ഗ്രൂപ്പ്സ് ആയിട്ടാണോ സിംഗിൾ ആയിട്ട് 1 by 1 കൗണ്ട് ചെയ്തതാണോ? ഇവിടെ നമ്മൾ 1 by 1 ആയിട്ട് കൗണ്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. Let's do. Look at the shops shown in the picture and fill in the blanks. നമ്മൾ നേരത്തെ 1 by 1 ആയിട്ട് കൗണ്ട് ചെയ്ത് എഴുതി. ഇനി നമുക്ക് ഗ്രൂപ്പ്സ് ആയിട്ട് ഓരോ ഐറ്റംസിനെയും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ചേർത്ത് വെച്ചിട്ട് എണ്ണി നോക്കാം. There are dash necklaces of shells with 10 shells in each necklace. ഇവിടെ ഒരു ലേഡി കുറേ നെക്ലേസസ് വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട്. അതിൽ ഓരോ നെക്ലേസിലും കൗണ്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 1 2 3 4 5 6 7 8 9 and 10. ഒരു നെക്ലേസിൽ 10 ഷെൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഗ്രൂപ്പാണ്. 10 ഷെൽസിന്റെ ഒരു ഗ്രൂപ്പാണ് ഒരു നെക്ലേസ്. അങ്ങനെയുള്ള എത്ര നെക്ലേസ് ഉണ്ട്? 10 ഷെൽസ് ഉള്ള ഒരു നെക്ലേസ്, 2 3 4 5 6 7 8 9 10, അതായത് 10. 1 2 3 4 5 6 7 8 9 10. അപ്പൊ എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ? There are dash necklaces. There are 10 necklaces of shells with 10 shells in each necklace. ഓരോ നെക്ലേസിലും 10 ഷെൽസ് വീതമുണ്ട്. Next question. There are dash groups of balloons with dash balloon in each group and dash loose balloons.
ഇവിടെ ബലൂൺ വിൽക്കുന്ന ഒരാളുണ്ടല്ലേ, അയാളുടെ കയ്യിൽ കുറേ ബലൂൺസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ബലൂൺസ് ഓരോ ഗ്രൂപ്പ് ആയിട്ടാണ് ഉള്ളത്. കണ്ടോ, ഇതാണ് ഒരു ഗ്രൂപ്പ്, ഇത് അടുത്ത ഗ്രൂപ്പ്, താഴെ അടുത്ത ഗ്രൂപ്പ്, ഇത് അടുത്ത ഗ്രൂപ്പ്, ഇത് വേറൊരു ഗ്രൂപ്പ്, ഇതൊരു വേറെ ഗ്രൂപ്പ്. പിന്നെ കുട്ടികളുടെ കയ്യില് 2 ബലൂൺ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിനെയാണ് ലൂസ് ബലൂൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഗ്രൂപ്പിൽ എത്ര ബലൂൺ ഉണ്ട്? ഒരു ഗ്രൂപ്പിൽ 1, 2, 3, 4 balloons are there. ഇനി എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6. There are 6 groups of balloons. പിന്നെ ഈ കുട്ടിയുടെ കയ്യില് ലൂസ് ആയിട്ട് ഈ ഗ്രൂപ്പിൽ ഒന്നും പെടാതെ 2, അതായത് 2 ബലൂൺസും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ആൻസർ ചെയ്യാം? There are 6 groups of balloons with 4 balloons in each group and 2 loose balloon. ആ ബോയുടെ കയ്യില് 2 ബലൂൺസ് ഉണ്ടായിരുന്നല്ലേ? Next question. There are dash bunches of bananas with bananas in each bunch and dash loose bananas. എവിടെയാ ബനാനാസ് ഉള്ളത്? ഇവിടെ കുറേ ബനാനാസ് ഉണ്ട്. ഇതൊരു ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ഗ്രൂപ്പ് ഇതാണ്, അടുത്ത ഗ്രൂപ്പ് ഇതാണ്, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്. ഇതൊരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പൊ നമുക്കിതിനെ മറ്റുള്ള ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ലൂസ് ബനാനാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോ ഓരോ ഗ്രൂപ്പിലും എത്രയുണ്ട്? കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. അപ്പോ ഓരോ ഗ്രൂപ്പില് there are 12 bananas. അതുപോലെയുള്ള എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇനി ഇവിടെ ലൂസ് ആയിട്ട് കിടക്കുന്ന ബനാനാസ് ഉണ്ടല്ലേ, അതിലെത്രയുണ്ട്? 1, 2 and 3. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാ? There are dash bunches of bananas. എത്രയായിരുന്നു? Yes, 6 bunches with dash bananas in each bunch. 12 bananas in each bunch and 3 loose bananas. Move on to the next question. Surabhi has collected some seashells. Surabhi kore seashells collect chedu. She wants to help her mother in making bracelets and necklaces. അപ്പോൾ ഇവിടെ കുറെ ബ്രേസ്ലെറ്റ്സും നെക്ലേസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. Surabhi has made dash groups of shells with dash number of shells in each group of her bracelets. അവൾ ഉണ്ടാക്കിയിരിക്കുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്ര ബ്രേസ്ലെറ്റ്സ് ഉണ്ട്? ഇതിൽ ഓരോ ബ്രേസ്ലെറ്റ്സിനെയും നമുക്ക് ഒരു ഗ്രൂപ്പ് ആയിട്ട് കാണാം. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. അപ്പൊ ഓരോ ബ്രേസ്ലെറ്റിലും 5 ഷെൽസ് വീതം ഉണ്ട്. അങ്ങനെയുള്ള എത്ര ബ്രേസ്ലെറ്റ് ആണ്? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. അപ്പൊ ഇതിനെ എങ്ങനെ ആൻസർ ചെയ്യാം? Surabhi has made dash groups, 10 groups of shells with dash number of shells in each group for her bracelets. ഒരു ഗ്രൂപ്പിൽ എത്രയായിരുന്നു? Yes, 5 number of shells. Next, her mother has made dash groups of shells with dash number of shells in each group for her necklaces. മദർ ഉണ്ടാക്കിയിരിക്കുന്നത് നെക്ലേസ് ആണ്. ഓരോ നെക്ലേസിലും എത്ര ഷെൽസ് ഉണ്ട്? കൗണ്ട് ചെയ്യാം അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഒരു ഗ്രൂപ്പില് 10 ഷെൽസ് ഉണ്ട്. നിങ്ങൾ ബാക്കി ബ്രേസ്ലെറ്റ്സ് ഒക്കെ കൗണ്ട് ചെയ്തിട്ട് എല്ലാത്തിലും 10 ഉണ്ടോന്ന് ചെക്ക് ചെയ്യണേ.
അപ്പൊ ഒന്നില് 10 ഉണ്ട്. അങ്ങനെയുള്ള എത്ര നെക്ലേസസ് ഉണ്ട്? 1, 2, 3, 4 and 5. Her mother has made 5 groups of shells with dash number of shells, അതായത് 10 number of shells in each group for her necklaces. Try the tongue twister. നിങ്ങൾക്ക് ഈ ടങ് ട്വിസ്റ്റർ ഒന്ന് പറഞ്ഞു നോക്കാൻ പറ്റുമോ നോക്കിയേ വേഗം. She sells seashells at the seashore. സ്പീഡിൽ പറഞ്ഞു നോക്കൂ. She sells seashells at seashore. Let's think. List out the objects that come in packs of 10. നിങ്ങളുടെ വീട്ടില് ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് 10ന്റെ ഗ്രൂപ്പ്സ് ആയിട്ട് വരുന്നത്? ഇപ്പം ഒബ്ജക്ട്സ് അല്ല, ബട്ട് ഗിവിംഗ് യു എൻ എക്സാമ്പിൾ. നമ്മുടെ 2 കൈയും എടുത്തു കഴിഞ്ഞാൽ എത്ര ഫിംഗേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 10 ഫിംഗേഴ്സ് ആണല്ലേ. അതുപോലെ ഒരു ഗ്രൂപ്പ് ആയിട്ട് മേ ബി ഒരു പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റ്, അതിൽ 10 ബിസ്ക്കറ്റ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് പാക്കറ്റ് ആയിരിക്കാം, അതിൽ 10 ചോക്ലേറ്റ്സ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പെൻസിലോ സ്കെച്ച് പെന്നോ, അങ്ങനെ എന്തിലൊക്കെയാണ് 10 വീതം വരുന്നതെന്ന് ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ആൻസർ ഇവിടെ ABCയിൽ ഫിൽ ചെയ്യാം. ഓക്കെ. Tasty chicos. Manoj is helping his father in selling chicos that he has arranged in the trays. There are dash chicos in one tray. ഇവിടെ കുറേ ട്രേസ് ഉണ്ടല്ലേ. എത്ര ട്രേ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 ട്രേസ് ഉണ്ട്. ഇതിൽ ഓരോ ട്രേസിലും എത്ര വീതം ചിക്കൂസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 and 9, 10. ഒരു ട്രേയിൽ there are 10 chicos in one tray. How many chicos are there in total? ഒന്നിൽ 10 ആണ്. നിങ്ങൾക്ക് 10 പ്ലസ് 10, അതായത് ഒരു ട്രേയിൽ 10ഉം അടുത്ത ട്രേയിൽ 10ഉം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക എന്ന് അറിയാമോ? ഇത് രണ്ടും കൂടി നമുക്ക് വലിയൊരു ട്രേ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൽ 10 ചിക്കൂസ് ഉണ്ട്, ഇതിൽ 10 ചിക്കൂസ് ഉണ്ട്. 10 പ്ലസ് 10 ഈക്വൽ ടു 20. കറക്റ്റ് ആണോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 11, 12, 13, 14, 15, 16, 17, 18, 19 and 20. അപ്പോൾ ഒന്നിൽ 10, അടുത്തതിലും 10. അപ്പോൾ 10 പ്ലസ് 10 ഈക്വൽ ടു 20. അതുപോലെ ഇതിന്റെ കൂടെ ഒരു ട്രേ കൂടി ആഡ് ചെയ്താലോ? 20 plus 10 equal to 30. 30 plus 10 equal to 40. 40 plus 10 equal to 50. 50 plus 10 equal to 60. 60 plus 10 equal to 70. 70 plus 10 equal to 80. So how many chickus are there in total? 80 chickus. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഈ ചിക്കൂസ് 1, 2, 3 എന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യാനും പഠിക്കണം. Now help Manoj in placing all the chickos in the trays for selling. 25 chickos. നമുക്ക് എങ്ങനെയാണ് 25 ചിക്കൂസ് ഉണ്ടാക്കുക? ഇവിടെ ഒരു ട്രേയിൽ 10 ചിക്കൂസും അടുത്ത ട്രേയിൽ 10 ചിക്കൂസും ഉണ്ടെങ്കിൽ 10 പ്ലസ് 10 ഈക്വൽ ടു 20. ഇനി എത്ര കൂടെ വേണം 25 ആവണമെങ്കിൽ? 20, 21, 22, 23, 24 and 25. 20യുടെ കൂടെ ഇനിയും 5 ലൂസ് ചിക്കൂസ് കൂടി ആഡ് ചെയ്താലാണ് 25 കിട്ടുന്നത്. 25 chicos. 10 plus 10 plus 5. എത്ര trays of 10 വേണം?
2 trays of 10 chicos and 5 loose chicos. ഇതുപോലെ താഴെ ഓരോ നമ്പേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുമോ? 43 എന്ന് പറഞ്ഞാൽ 40 പ്ലസ് 3 അതാണ് 43. അപ്പൊ 40യിൽ എത്ര ടെൻസ് ഉണ്ട്? 4 ടെൻസ് ഉണ്ടല്ലേ? അതായത് 1 2 3 4 ട്രേസ്, ഫുൾ ട്രേസ് വേണം. എത്ര ലൂസ് ആയിട്ടുള്ള ചിക്കൂസ് ആണ്? 3 ലൂസ് ആയിട്ടുള്ള ചിക്കൂസ്. അപ്പോ 4 trays of 10 chicos and 3 loose chicos. Similarly, 35 എന്ന് പറഞ്ഞാൽ 30 plus 5 ആണ്. 30യിൽ 3 tens ഉണ്ട്, 5 loose chicos വേണം. അപ്പൊ 3 trays, 1 2 3 പിന്നെ 5 chicos. അതായത് 3 trays of 10 chicos and 5 loose chicos. Similarly, 58 means 50 plus 8. 50യിൽ 5 tens ഉണ്ട്. അതിനുശേഷം 8 single chicos. 1 2 3 4 5. അപ്പൊ 5 trays of 10 and 8 loose chicos. ഓക്കെ, ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. മാത്സ് ഒരിക്കലും കേട്ട് മാത്രം പഠിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിനു ശേഷം കറക്റ്റ് ആണോ എന്ന് മാത്രമേ ഇവിടെ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ലെറ്റ്സ് മാച്ച് 80 ചിക്കൂസ്. ഈസി ആണല്ലേ? ഇവിടെ 80 ആണ്, അതിന്റെ കൂടെ സിംഗിൾ ആയിട്ട് ഒന്നുമില്ല. അപ്പൊ 8 trays of 10 ചിക്കൂസ് ആണ് വേണ്ടത്. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5. ഇവിടെ 5 ഉള്ളൂ. 1 2, ഇവിടെ 2 ഉള്ളൂ. 1 2 3 4 5 6 7 and 8. യെസ്, അപ്പൊ ഇതാണ് 80. ഇനി 72. 7 ഫുൾ ട്രേസും 2 സിംഗിളും. എവിടെയാ 2 ഉള്ളത്? എവിടെയാണല്ലേ 2 സിംഗിൾ ഉള്ളത്? അപ്പൊ ഇത് 7 ആണോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ? 1 2 3 4 5 6 and 7. Yes, this is correct. Next, 56. 50. 5 trays, 6 loose chicos. അപ്പോ 1 2 3 4 5. Yes, 5 trays. പിന്നെ 1 2 3 4 5 6 loose chicos. ഇത് കറക്റ്റ് ആണ്. ഇനിയും ഇത് മാത്രമേ ഉള്ളൂ. 28, അതായത് 2 trays. Yes, 1 2 2 trays. പിന്നെ 8 loose chicos. ഇങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാം. Fun with blocks and strips. Look at my block stick. Can you tell how many blocks are there in this block stick? One block stick equal to dash blocks. ഇത് മുഴുവനായിട്ടൊരു ബ്ലോക്ക് സ്റ്റിക്ക് ആണ്. ഇതിൽ എത്ര ബ്ലോക്ക് വീതമുണ്ട്? 1 2 3 4 5 6 7 8 9 and 10. ഓരോന്നും വേറെ വേറെ കളറിൽ കൊടുത്തതുകൊണ്ട് കൗണ്ട് ചെയ്യാൻ ഈസി ആണല്ലേ? അപ്പൊ 1 സ്റ്റിക്കില് 10 ബ്ലോക്സ് ഉണ്ട്. 10. Look at my 10 strip. ഇവിടെ ഒരു 10 സ്ട്രിപ്പ് ആയിട്ട് ഒരു വെഹിക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 and 10. ഈ ലോങ് സ്ട്രിപ്പില് എത്ര ബ്ലോക്സ് ഉണ്ട്? 10 blocks. Can you tell how many units are there in 10 strips? Units എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക്, ഒരു ബ്ലോക്കിനാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 10 units ഉണ്ട് അല്ലേ? യെസ്. ലെറ്റ്സ് ഡു. ഇനി ഫുൾ ബ്ലോക്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഈ ഒരു ഫുൾ ലോങ് 10 ബ്ലോക്സ് ഉള്ള സ്റ്റിക്കിന് ബ്ലോക്ക് സ്റ്റിക്സ് ആയിട്ടും കുഞ്ഞു കുഞ്ഞായിട്ട് കൊടുത്തിരിക്കുന്ന ഓരോ യൂണിറ്റ്സിനും സിംഗിൾ ബ്ലോക്സ് ആയിട്ടും കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഇതെത്രയാണ്? 1 2 3 ബ്ലോക്ക് സ്റ്റിക്സ്, 4 സിംഗിൾ ബ്ലോക്സ് ഉണ്ട്. അപ്പൊ ഇത് ടോട്ടൽ 34 ബ്ലോക്സ്. അതുപോലെ ഇതും ചെയ്ത് നോക്കാമോ? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 block sticks and dash blocks. 1 2 3 blocks. ഇത് എത്രയാ നമ്പർ? ഈസി ആണല്ലേ? ഇതാണ് 53. നെക്സ്റ്റ്
1, 2, 3, 4. 4 block sticks. And 1, 2, 3, 4. 4 blocks. ഏതാണ് ടോട്ടൽ നമ്പർ? 44. Dash 10 strips. ഇത് ഓരോന്നും 10 strips ആണ്. അപ്പൊ എത്ര 10 strips ഉണ്ട്? 1, 2, 3, 4. 4 10 strips. And 1, 2, 3, 4, 5, 6. 6 units ഉണ്ട്. അപ്പൊ ഇത് ഏതാ നമ്പർ? 46. 1, 2, 3, 4, 5, 6. 6 10 strips. And 1, 2, 3, 4, 5, 6, 7, 8. 8 units. But number equal to 68. 1, 2, 3, 4, 5, 6. 6 10 strips. 1, 2, 3, 4, 5, 6, 7, 8. 8. Again 68. Complete the below table. Total blocks or units. അപ്പോൾ നമ്പർ എത്രയാണ് തന്നിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് 24 ആണ്. 24ൽ എത്ര 10 സ്ട്രിപ്സ് ഉണ്ട്? 2. പിന്നെ എത്ര സിംഗിൾ ബ്ലോക്സ് ഉണ്ട്? 4. ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്പറിനെ എഴുതാൻ പറ്റുമോ? 36ൽ 3 10 സ്ട്രിപ്സ് ഉണ്ട്. 6 യൂണിറ്റ്സ്. 72ൽ 7 10 സ്ട്രിപ്സ് ഉണ്ട്. 2 യൂണിറ്റ്സ്. 69ൽ 6 10 strips ഉണ്ട്. 9 units. 46ൽ 4 10 strips ഉണ്ട്. 6 units. ഇത് ഈസി ആണല്ലേ? Let's make 100. ഇപ്പം നമ്മൾ 1, 2, 3 പിന്നെ 10, 10, 20, 30 അങ്ങനെയാണല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇവിടെ പറയുന്നത് let's make 100. Look, I have joined 10 strips together. ഈ ഒരൊറ്റ ലോങ് സ്ട്രിപ്പ്. ഇതിനുള്ളിൽ എത്ര ബ്ലോക്സ് ഉണ്ടായിരുന്നു? 10 ബ്ലോക്സ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരൊറ്റ സ്ട്രിപ്പിനെ 10 ബ്ലോക്സ് എന്ന് വിളിക്കാം. ഇതുപോലെയുള്ള 10 സ്ട്രിപ്സ് ആണ് അവർ ജോയിൻ ചെയ്തിരിക്കുന്നത്. These are made up of total 100 units. ഒരു സ്ട്രിപ്പില് 10 ബ്ലോക്സ് ഉണ്ട്. അതുപോലെ അടുത്ത സ്ട്രിപ്സ്, അടുത്ത സ്ട്രിപ്പ്, അടുത്ത സ്ട്രിപ്പ്, അടുത്ത സ്ട്രിപ്പ്, അടുത്ത സ്ട്രിപ്പ്, അടുത്ത സ്ട്രിപ്പ്, അടുത്ത സ്ട്രിപ്പ്, അടുത്ത സ്ട്രിപ്പ്. ടോട്ടൽ 10 സ്ട്രിപ്സ് ഉണ്ട്. ഇതിൽ ഓരോന്നിലും 10 ബ്ലോക്സ് ഉണ്ടെങ്കിൽ ഇത് ടോട്ടൽ 100 യൂണിറ്റ്സ്. ഇതിലുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു ബ്ലോക്സും ടോട്ടൽ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് 100 എന്നാണ് കിട്ടുന്നത്. 100 യൂണിറ്റ്സ്. ഇനി ഇവിടേക്ക് നോക്കിയാൽ ഇവിടെ കുറേ ബ്ലോക്സ് യെല്ലോ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? 10. പിന്നെ ഒരു 10 കൂടി എഴുതി കഴിഞ്ഞാൽ 10 + 10 എത്രയായിരുന്നു? 20. ഇനി ഒരു 10 കൂടി ആഡ് ചെയ്താലോ? 30. ഒരു 10 കൂടി ആഡ് ചെയ്താൽ 40. ഒരു 10 കൂടി ആഡ് ചെയ്താൽ 50. ഇത് വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. നിങ്ങൾ എന്തായാലും പഠിക്കണം. ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? 10, 20, 30, 40, 50, 60, 70, 80, 90 and 100. അതായത് 10നെ 10 ടൈംസ് ആഡ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് 100 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവർ പല കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ്? 70 യെല്ലോ യൂണിറ്റ്സ്. എങ്ങനെ അറിയാം ഇത് 70 ആണെന്ന്? ഒരു ഫുൾ സ്ട്രിപ്സിൽ എത്ര യൂണിറ്റ് ആണ്? 10. അടുത്തതും കൂടി ആഡ് ചെയ്താൽ 20. അടുത്തതും കൂടി ആഡ് ചെയ്താൽ 30, 40, 50, 60 and 70. അതെ, യെല്ലോ നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് 70 യെല്ലോ യൂണിറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ബാക്കി റെഡ് ആണല്ലേ? 1, 2, 3. അതായത് 10, 20 and 30. 30 red blocks. 70 yellow units and 30 red units. 7 yellow strips. 70 units ആണ്. കുഞ്ഞു കുഞ്ഞു ബ്ലോക്സിനാണ് 70. എന്നാൽ എത്ര സ്ട്രിപ്സ് ആണുള്ളത്?
1 ഇത് ലോങ് ആയിട്ടുള്ള 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് 6 സ്റ്റെപ്സ് ആൻഡ് 7 അപ്പൊ 70 യൂണിറ്റ്സ് 7 സ്ട്രിപ്സ് അതുപോലെ 30 യൂണിറ്റ്സ് എന്നാൽ 1 2 3 സ്ട്രിപ്സ് ആണ് ഉള്ളത് 7 യെല്ലോ സ്ട്രിപ്സ് ആൻഡ് 3 റെഡ് സ്ട്രിപ്സ് ടോട്ടൽ ഇതെല്ലാം കൂടി കൂട്ടിയാൽ ടോട്ടൽ എത്രയുണ്ട് ഈ ഒരു ബ്ലോക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ ടോട്ടൽ ആയിട്ട് 10 സ്ട്രിപ്സ് ഉണ്ട് അപ്പൊ ഇതിന്റെ കൗണ്ട് ആണ് 100 ടോട്ടൽ 100 യൂണിറ്റ്സ് ഓർ 10 സ്ട്രിപ്സ് എത്ര സ്ട്രിപ്സ് ഉണ്ട് 10 സ്ട്രിപ്സ് അല്ലെ ഇവിടെ വരെ 7 8 9 ആൻഡ് 10 ടോട്ടൽ 10 സ്ട്രിപ്സ് ഉണ്ട് 10 സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ്സ് ഇനി അടുത്തത് ഫില്ല് ചെയ്ത് നോക്കാം ഇതൊക്കെ വളരെ ഈസിയാണ് നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകാം ഇവിടെ എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ആദ്യം എത്ര സ്ട്രിപ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം 1 2 3 4 5 5 യെല്ലോ സ്ട്രിപ്സ് ഉണ്ട് ഓക്കെ 5 യെല്ലോ സ്ട്രിപ്സ് അതായത് 10 20 30 40 and 50 യൂണിറ്റ്സ് ഉണ്ട് അപ്പൊ യെല്ലോ എന്ന് പറഞ്ഞാൽ 50 yellow units and dash red unit. Red 1, 2, 3, 4, 5. 5 red strips ഉണ്ട് അതായത് 50 red units ഉണ്ട് ഓക്കെ അപ്പോ red units എത്രയാണ് 50 dash yellow strips എത്ര സ്ട്രിപ്സ് ഉണ്ട് 5 and dash red strips എത്ര സ്ട്രിപ്സ് ഉണ്ട് 5 ടോട്ടൽ യൂണിറ്റ്സ് ടോട്ടൽ 100 യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം കേട്ടോ കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും പക്ഷെ ടോട്ടൽ നമ്പർ ഒരിക്കലും വ്യത്യാസം വരില്ല അതുപോലെ എത്ര സ്ട്രിപ്സ് ആണുള്ളത് ടോട്ടൽ 10 സ്ട്രിപ്സ് ഉണ്ട് ഇത് കറക്റ്റ് ആണോ എന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക അതുപോലെ ഇവിടെ ആദ്യം തന്നെ 1 2 3 4 സ്ട്രിപ്സ് 40 യൂണിറ്റ്സ് ആണ് യെല്ലോ ഇനി 1 2 3 4 5 6 സ്ട്രിപ്സ് ആണ് 60 യൂണിറ്റ്സ് ആണ് റെഡ് ടോട്ടൽ 10 സ്ട്രിപ്സ് ഉണ്ട് 100 യൂണിറ്റ്സ് ഉണ്ട് അപ്പൊ യെല്ലോ യൂണിറ്റ്സ് 40 ആണ് ആൻഡ് റെഡ് യൂണിറ്റ്സ് 60 ആണ് യെല്ലോ സ്ട്രിപ്സ് 4 ആണ് റെഡ് സ്ട്രിപ്സ് 6 ആണ് ടോട്ടൽ 100 യൂണിറ്റ്സ് ഉണ്ട് or 10 സ്ട്രിപ്സ് സിമിലർലി ഇവിടെ 1 2 യെല്ലോയിലാകെ 2 സ്ട്രിപ്സേ ഉള്ളൂ അതായത് 20 യൂണിറ്റ്സ് ബാക്കി 1 2 3 4 5 6 7 8 സ്ട്രിപ്സ് ആണ് റെഡിലുള്ളത് അതുപോലെ 80 യൂണിറ്റ്സ് ആണ് യെല്ലോ യൂണിറ്റ്സ് എത്രയാണ് 20 and red units 80 യെല്ലോ സ്ട്രിപ്സ് 2 ഉണ്ട് റെഡ് സ്ട്രിപ്സ് 8 ഉണ്ട് ടോട്ടൽ 100 യൂണിറ്റ്സ് ആണ് or ടോട്ടൽ 10 സ്ട്രിപ്സ് ആണ് okay next page let us make 100 let's play this game in groups of 5 or 6 നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കാനുള്ളതല്ല ക്ലാസ്സിൽ കളിക്കാനുള്ള ഒരു ഗെയിം ആണ് 1 member will become the banker ഒരാൾ ബാങ്കർ ആണ് each team member will roll 2 dice together നിങ്ങൾക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന ഡൈസ് ഉണ്ടല്ലേ എന്താ ഡൈസിന്റെ പ്രത്യേകത അതിൽ ഓരോ സൈഡിലും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഈച്ച് ടീം മെമ്പർ വിൽ റോൾ 2 ഡൈസ് ടുഗെദർ ആൻഡ് ടേക്ക് ദാറ്റ് മെനി യൂണിറ്റ്സ് ഫ്രം ദ ബാങ്ക് നിങ്ങൾക്ക് എത്രയാണോ നമ്പർ കിട്ടുന്നത് അത്രയും യൂണിറ്റ്സ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റും whenever there are units that are equal or more than 10 they will exchange 10 units for a 10 strips from the bank അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്ന യൂണിറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് 10 യൂണിറ്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുക നിങ്ങൾ ആ 10 യൂണിറ്റ്സ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ അവരത് എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രിപ്പ് തരും play the same and collect 10 strips and put them to make 100
unit grid. We can also use item like rajma, pebbles, chana, etc. as units. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ബ്ലോക്സ് ഒന്നും വേണമെന്നില്ല. ഓക്കെ, അതിന് പകരം നമുക്ക് ചന അല്ലെങ്കിൽ കടല അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മതി. അങ്ങനെ 10 ഗ്രൂപ്പ്സ് ഓഫ് 10 നമുക്ക് 100 കിട്ടും. 18, 19, 20, 21. Oh, I forgot the count again. 1, 2, 3, 4. അവരെണ്ണാണ് നമുക്ക് അവരെ സഹായിക്കുക അല്ലേ? Let me tell you a new way of counting these shells. അപ്പോൾ ഈ കുട്ടി ഇതിനെ ഇത്രയും കൂടുതലുള്ളതിനെ 1, 2, 3 എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നായി 1 by 1 കൗണ്ട് ചെയ്യാണ്. അപ്പൊ ഈ ബോയ് പറയാണ്, I have placed a triangle card for group of 10 shells and a circle card for 1 shell. എന്നിട്ട് ഇവിടെ ഒരു കാർഡ് കണ്ടോ, സർക്കിൾ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ. എന്നിട്ട് ആദ്യത്തെ ട്രയാങ്കിളിൽ 10 ഷെൽസ് വെച്ചു, അടുത്ത ട്രയാങ്കിളും 10 ഷെൽസ് വെച്ചു, അടുത്ത ട്രയാങ്കിളിലും 10 ഷെൽസ് വെച്ചു. ഇനി ബാക്കി എത്രയൊക്കെ സിംഗിൾ ഷെൽസ് ഉണ്ടോ അത് ഈ ഒരു സർക്കിളിൽ വെക്കാം. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ ഈസി ആണല്ലേ? ഇപ്പൊ നോക്കിക്കേ, ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇത് 10 ആണ്. 10 plus 10 equal to 20. 20 plus 10 equal to 30. 30 plus 1 equal to 31. എത്ര ഈസി ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്തു. 31. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കണ്ട. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നന്നായി പ്രാക്ടീസ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.